പി ശശിയെ ഒതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന വിവരങ്ങളും വലിയ ആരോപണങ്ങളുമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക, അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുക എന്നൊക്കെയാണ് പി ശശി മനസ്സിൽ കണ്ടിരുന്നത് എന്നതടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സ്മൃതി, പി അൻവറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ അൻവറിനെ അനുനയിപ്പിക്കുന്നൊരു സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുക. അൻവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, അക്കാര്യത്തിൽ നടപടി ഉണ്ടാക്കുക, അതുവഴി ഈ വിവാദങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കുക ആയിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ശൈലി. ഇവിടെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ശൈലി സ്വീകരിച്ചാൽ അത് വലിയ തോതിൽ കാര്യങ്ങളെ വീണ്ടും സങ്കീർണമാക്കുകയും അത് വിവാദത്തിന് കൂടുതൽ മൂർച്ച കൈവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ പോകുമെന്ന് കരുതുക വയ്യ. ഒരു അനുനയത്തിൻ്റെ സ്വരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഇതിൽ ഉണ്ടാവുക. അതിനുശേഷം ഒരുപക്ഷെ ഇത്തരം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയെല്ലാം പിന്തുണയും നൽകി എന്നുള്ള ഒരു പ്രതികരണം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവറിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ അൻവർ ഈ കാര്യത്തിൽ സ്വന്തം നിലയ്ക്ക് തന്നെയാണോ ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്, അതോ പാർട്ടിക്കകത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ആശീർവാദത്തോടു കൂടിയാണോ ഈ കാര്യങ്ങൾ നടത്തിയത്, ഈ പ്രതികരണങ്ങൾ നടത്തിയത് എന്ന സംശയം പൊതുസമൂഹത്തിലും CPIM-നകത്തും LDF-ലുമൊക്കെ വളരെ ശക്തമാണ്. കാരണം അൻവർ മുഖ്യമന്ത്രിയോട് ഏറെ അടുപ്പം പുലർത്തുന്ന ആളാണ്. അപ്പോൾ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയും ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രതികരണത്തിലേക്കും സമീപനത്തിലേക്കും അൻവർ വരും എന്ന് കരുതുക വയ്യ. അപ്പോൾ ആരുടെയെങ്കിലും പിന്തുണ വേണം ഇന്ന് ന്യായമായും സംശയിക്കാം. ആ പിന്തുണ ആരിൽ നിന്നാണ് എന്ന് വരുമ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു അതിർവരമ്പിനപ്പുറത്തേക്ക് കടന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അതായത് എത്ര മിനിമം രീതിയിൽ ഈ പ്രതികരണം നടത്താൻ വിചാരിച്ചാൽ പോലും ഇത് വളരെ കത്തിപ്പെടുന്നൊരു വിഷയമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ ആ തീരുമാനമെടുത്തവർക്ക് അവിടെ പിഴച്ചു എന്ന് വേണം കരുതാൻ. കാരണം അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് ADGP MR അജിത് കുമാറിലും പി ശശിയിലും അതുപോലെ തന്നെ SP സുജിത് ദാസിലും മാത്രമല്ല, അതിൻ്റെ എല്ലാം ഉത്തരവാദിയായ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വകുപ്പുകളിലാണ് ഈ കെടുകാര്യസ്ഥതയും പിന്നെ ധൂർത്തും അഴിമതിയും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളും നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ സേനയിൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ല, തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിൽ അടക്കം തനിക്ക് നിയന്ത്രണമില്ല എന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രിക്ക് വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ദുർബലനായ ഒരു ഭരണാധികാരിയാണെന്ന് വരുത്തുന്ന ഒരു ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ തന്നെ ആശീർവാദം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സ്മൃതി സൂചിപ്പിച്ച പോലെ ചില പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയുടെ ചാനൽ അത് മുഴുവൻ സമയം കൊടുത്തു. ദേശാഭിമാനി അതിൻ്റെ ഗ്രാഫിക്സ് കാർഡുകൾ അൻവർ പറഞ്ഞ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഗ്രാഫിക്സ് കാർഡുകൾ ഇറക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഈ എല്ലായിടത്തും ഉയർന്നു വന്നിരുന്നു എന്ന കാര്യം ശരിയാണ്. ഇനി അതല്ല, പാർട്ടിക്ക് പുറത്തുള്ള സ്വതന്ത്ര പരിവേഷമുള്ള ഈ അൻവറിനെയും KT ജലീലിനെയും കാരാട്ട് റസാക്കിനെയും മുൻനിർത്തി പാർട്ടിക്കകത്തുള്ള മറ്റേതെങ്കിലും ശക്തികൾ പി ശശിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രവർത്തിക്കുകയാണോ എന്ന സംശയമുണ്ട്. അത്തരം സംശയങ്ങൾക്ക് സാധൂകരിക്കാവുന്ന ചില നീക്കങ്ങൾ കൂടി പുറത്തു വരികയാണ്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ പാർട്ടിയിലെ കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാകുന്ന ശാക്തിക ബലാബലത്തിൽ വരുന്ന മാറ്റം, അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് വിദ്വേഷങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കാര്യത്തെ സ്വാധീനിച്ചോ എന്ന കാര്യം ഇനി വരും മണിക്കൂറുകൾ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ശ്രീജിത്ത്, കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അൻവർ പുറത്തു വരുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് വാർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.